ഏഷ്യാ കപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം നേടി. ശുഭ്മൻ ഗില്ലാണ് ഉപനായകൻ. അജ്മൽ ദിറാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശം നൽകും. അജ്മൽ, ഏറ്റവും വലിയ സന്തോഷം സഞ്ജു സാംസൺ ടീമിൽ തിരിച്ചെത്തിയതാണ്. അതിനപ്പുറത്തേക്ക് എത്ര കണ്ട് സന്തുലിതമാണ് ഈ പുതിയ സംഘം? സൈഫു, ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാ കപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് 1:30 ഇന്ത്യയുടെ മുഖ്യ സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കറുടെ നേതൃത്വത്തിൽ സൂര്യകുമാർ യാദവ്, ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവും കൂടി ചേർന്ന് ഉച്ചയ്ക്ക് 1:30 പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ മുംബൈയിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 2:45 ഇപ്പോൾ സ്ക്വാഡ് നിലവിൽ വന്നിട്ടുള്ളത്. സ്ക്വാഡ് നിലവിൽ വന്നപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് അതിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. മലയാളികൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന സഞ്ജു വി സാംസൺ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായും ബാറ്റ്സ്മാനായും സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിന് ഈ സീസൺ വളരെ മോശമായിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ വർഷം 5 മത്സരങ്ങളിൽ നിന്ന് 3 സെഞ്ചുറി നേടിയ സഞ്ജു വി സാംസൺ ഇന്ത്യൻ ടീമിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചന നൽകുന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ക്വാഡ് പുറത്തു വരുന്നതിന് മുമ്പായി തന്നെ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഗൗതം ഗംഭീർ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നിലപാട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പല മാധ്യമങ്ങളിലൂടെയും അദ്ദേഹത്തിന് ഈ ടീമിൽ നിന്നും വലിയ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ നമ്മോട് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിനൊപ്പം ഓപ്പണറായി ഇറങ്ങാൻ സാധ്യതയുള്ള അഭിഷേക് ശർമ്മയുടെ വാർത്തയാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അഭിഷേക് ശർമ്മയും സഞ്ജുവും ഒരുമിച്ച് 12 മത്സരങ്ങളാണ് ഒരുമിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അഭിഷേക് ശർമ്മ 219 ആവറേജിൽ 279 റൺസ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അഭിഷേക് ശർമ്മ നിലവിൽ ICCയുടെ T20 റാങ്കിങ്ങിലെ 1ാം സ്ഥാനക്കാരനാണ്. 1ാം റാങ്ക് നിലനിർത്തുന്ന പ്ലെയറാണ്. ആ അർത്ഥത്തിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം തന്നെ സഞ്ജു വി സാംസണും കൂടി ഏഷ്യാ കപ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റിന്റെ മുൻനിരയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ നയിക്കാൻ വേണ്ടി ഇറങ്ങുക എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഞ്ജു വി സാംസന്റെ സ്ഥാനത്തിന് വേണ്ടി ജയ്സ്വാൾ അടക്കമുള്ള പല പ്ലേയേഴ്സിന്റെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ഇന്ത്യൻ ടീമിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഒരു സീസണിൽ 5 മത്സരങ്ങളിൽ നിന്ന് 5 ഇന്നിംഗ്സുകളിൽ നിന്ന് 3 സെഞ്ചുറി നേടിയ സഞ്ജുവിനെ കൈവിടാൻ ഗംഭീർ തയ്യാറല്ലായിരുന്നു എന്നൊരു വാർത്തയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിലക് വർമ്മയ്ക്ക് ഈ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 604 റൺസ് നേടാൻ കഴിഞ്ഞ തിലക് വർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും കഴിഞ്ഞ IPL സീസണിലായാലും ഇന്ത്യൻ T20 ടീമിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞ തിലക് വർമ്മയ്ക്കും ഈ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു നിരാശയായി പോയൊരു വാർത്തയായി തോന്നുന്നത് ശ്രേയസ് അയ്യരുടെ ഒഴിവാക്കിയ ഒരു വാർത്തയാണ്. കഴിഞ്ഞ 175 ആവറേജിൽ 604 റൺസ് നേടിയ ശ്രേയസ് അയ്യറിന് കഴിഞ്ഞ IPLലാണ് അദ്ദേഹം 604 റൺസ് നേടുന്നത്. ശ്രേയസ് അയ്യർ ഈ ടീമിൽ ഇടം പിടിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിൽ ശ്രേയസ് അയ്യരുടെ പേരില്ല എന്ന് പറയുന്നത് ചെറിയ തോതിലെങ്കിലും ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ജസ്പ്രീത് ബുംറ ഈ സ്ക്വാഡിൽ ഇടം പിടിക്കുകയില്ല, അദ്ദേഹത്തെ ഒഴിവാക്കണം, അദ്ദേഹത്തിന് വിശ്രമം നൽകണം, അദ്ദേഹത്തിന്റെ ജോലിഭാരം കുറയ്ക്കണം എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും അത് ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ജസ്പ്രീത് ബുംറ ഇന്ത്യ ഏറെ നിർണായകമായ ഏഷ്യാ കപ്പ് എന്ന് പറയുന്ന ടൂർണമെന്റിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുമെന്നുള്ള വാർത്തയാണ് ഈ സ്ക്വാഡ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജസ്പ്രീത് ബുംറയോടൊപ്പം തന്നെ ഹർഷദീപ് സിംഗ് ഇന്ത്യയുടെ പേസർ നിരയെ നയിക്കുമെന്നുള്ള വാർത്തയാണ്. പക്ഷേ മുഹമ്മദ് സിറാജിന് ഇംഗ്ലണ്ടിൽ ഏറെ നേരം ഇന്ത്യക്ക് വേണ്ടി പന്തെറിഞ്ഞ മുഹമ്മദ് സിറാജിന് ഈ ടൂർണമെന്റിൽ ഇപ്പോൾ വിശ്രമം നൽകിയിരിക്കുകയാണ്. അപ്പോൾ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്.